തീർച്ചയായും ഇതൊരു എൻ്റെ അഭിപ്രായത്തിൽ ഈ വഖഫ് ഇഷ്യൂമായി ബന്ധപ്പെട്ടൊരു ശാശ്വത പരിഹാരത്തിനാണ് നമ്മുടെ ഈ അമെൻമെൻറ്റ് 2024 ബില്ല് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കാരണം പതിറ്റാണ്ടുകളായി വഖഫ് ഫണ്ടിൽ അല്ലെങ്കിൽ വഖഫ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ചോർച്ചകൾ അല്ലെങ്കിൽ ആ വിള്ളലുകൾ നികത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ അമെൻമെൻറ്റ് ബില്ലിൻ്റെ ഉദ്ദേശം. അത് എനിക്ക് തോന്നുന്നു ഈ വന്ന സെക്ഷൻസിൽ അല്ലെങ്കിൽ ഈ 14 അമെൻമെൻറ്റുകളിൽ നിന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ അന്യായമായി നടന്നുകൊണ്ടിരുന്ന ഈ വഖഫിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിലൂടെ ഈ രാജ്യത്തിലെ ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അതായത് പ്രോപ്പർട്ടി ഓണർഷിപ്പ് കയ്യിലുള്ള ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പിന്നെ ഭാവിയിൽ ഓരോ മണ്ണിലും കിടന്നുറങ്ങുന്ന വ്യക്തിയുടെ രാസ്വപ്നമായി മാറിയിരുന്നു. ഈ മുനമ്പം പ്രശ്നത്തോടു കൂടി കേരളത്തിലെ തന്നെ അങ്ങോളം ഇങ്ങോളം 70-ൽ പരം സ്ഥലങ്ങൾ അവരുടേതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രൊപ്പഗണ്ട വരെ ജനിക്കുകയുണ്ടായി. ജനങ്ങളൊക്കെ ഭയത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഈ വഖഫ് എന്ന് പറയുന്നത് എന്തോ വലിയ മഹാസംരംഭമാണ്, അതിനെ മുനമ്പുമായിട്ട് ബന്ധപ്പെടുത്താൻ പാടില്ല. വഖഫിന്റെ ദൃക്സാക്ഷ്യമാണ് മുനമ്പത്ത് നമ്മൾ കണ്ടത്. വഖഫ് രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു നിയമമാണെന്ന് കരുതി നമുക്കിവിടെ നിന്നുകൊണ്ട് യുപിയിലും രാജസ്ഥാനിലും പഞ്ചാബിലെയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കൺമുൻപിൽ വഖഫ് കാരണം ബുദ്ധിമുട്ടിലാകപ്പെട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ അവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടതാണ്. പിന്നെ അദ്ദേഹം അവസാനം ഒരു സെന്റൻസ് പറയുണ്ടായി, ഇതിനെതിരെ ഞങ്ങൾ പോകും. ആരാണ് ഈ ഞങ്ങൾ? എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആ സംഘടനയാണോ ഞങ്ങളെന്ന് ഉദ്ദേശിച്ചതെങ്കിൽ ആ സംഘടന അത്തരത്തിലൊരു തീരുമാനം ഇന്നേ വരെ എടുത്തിട്ടില്ല ഒഫീഷ്യലി.